സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ക്ലാസ്സിലേക്ക് അവരെയും ക്രിസ്തുവേശു നിസ്തുല്യ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ഒപ്പം 2025 എന്ന പുതിയ വർഷത്തിൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദൈവത്തിന്റെ കരുതലും പരിപാലനവും നടത്തിപ്പും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നാം ഒരുമിച്ച് ചിന്തിച്ചു വന്നത് നമ്മുടെ ഈ ആത്മീക ശൈശവത്വം. ആ ഭാഗം പറഞ്ഞപ്പോൾ ഒരു ദൈവവേദന അല്ലെങ്കിൽ ഒരു ദൈവസഭയെ കർത്താവ് ഉപമേയ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഒന്നാമതായി ശിശുവിനോട് ഉപമിച്ചിരിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങളിൽ നിന്ന് നമ്മളത് കണ്ടു. ശിശുവായിരുന്നാൽ പോരാ, ആ ശിശു വളരണം. അതാ ഞാൻ അവിടെ ഇനി ഒന്ന് പുറകോട്ട് ഇറങ്ങുന്നില്ല, അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. രണ്ടാമതായി നമ്മൾ കണ്ടത് സഭയെ കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുന്നു. കൊരിന്ത്യർ 1-ാം ലേഖനത്തിൽ നിന്ന് നമ്മൾ ആ ഭാഗം വളരെ വിശദമായി കണ്ടു. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ആ ഭാഗം ഉണ്ടെന്ന് എനിക്കറിയുന്നു. 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് വായിക്കുമ്പോൾ ഒരു ദൈവബദലിനെ അല്ലെങ്കിൽ ദൈവസഭയെ കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു ദൈവവൈദ്യന്റെ ആത്മീക വളർച്ച അവൻ തനിയെ അങ്ങ് വളരുകയല്ല. ആ വളർച്ചയുടെ പിൻപിൽ ധാരാളം ഘടകങ്ങൾ, വ്യക്തികൾ, സ്വാധീനങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ഒരു കെട്ടിടം പണിക്ക് ആശാരി മാത്രം പോരാ, മെയ്സൺ മാത്രം പോരാ, എഞ്ചിനീയർ മാത്രം പോരാ, പ്ലാൻ വരച്ചയാൾ മാത്രം പോരാ, ഇലക്ട്രീഷ്യൻ മാത്രം പോരാ, പെയിന്റർ മാത്രം പോരാ. ഗേറ്റ് ഒക്കെ പണിയുന്നത് ആശാരിയല്ല, ഇലക്ട്രീഷ്യനും അല്ല, ഒന്നുമല്ല. അപ്പോ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ ലക്ഷ്യത്തോടെ രാപ്പകൽ അധ്വാനിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു കെട്ടിടം പൂർണ്ണമായി വാസയോഗ്യമാകുന്നത്. എന്നതുപോലെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, ഒരു ദൈവസഭയിൽ എല്ലാവരുടെയും കൂട്ടായ്മയും സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന്റെ ആത്മീക വളർച്ച പൂർണ്ണമാവുകയുള്ളൂ. ചില വലിയ ഗമേ പറഞ്ഞ കേൾക്കാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒരുത്തന്റെ മുമ്പിൽ ചെന്നിട്ടില്ല, ഞാൻ ആരോടും 5 പൈസ വാങ്ങിച്ചിട്ടില്ല, ഞാൻ ആർക്കും കൊടുക്കാനുമില്ല, ഞാൻ ആരോടും മേടിച്ചിട്ടുമില്ല, എന്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. പിന്നെന്തിനാ ഞാൻ മറ്റുള്ളവരെ കൈ നീട്ടുന്നത് എന്നൊക്കെ പറയും. അതൊരു ശരിയായ ചിന്തയല്ല. അതിനർത്ഥം നാളെ തന്നെ രാവിലെ നിങ്ങൾ സഹവിശ്വാസയുടെ വീട്ടിൽ ചെന്ന് വല്ലതും തരണം നമ്മൾ ചെല്ലണമെന്നല്ല ഞാൻ പറഞ്ഞു. ആ അർത്ഥത്തിലുമല്ല. ഒരു ദൈവപൈതന്റെ ആത്മീക വളർച്ചയിൽ, ഭൗതിക വളർച്ചയിൽ സഹവിശ്വാസികളുടെ കൂട്ടായ്മയായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ വളർച്ച പൂർണ്ണമാവുന്നുള്ളൂ. നമ്മുടെയൊക്കെ മുൻപത്തെ കൂടിവരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വ്യക്തിപരമായി കണ്ട് കൈ കൊടുത്ത് സ്തോത്രം പറഞ്ഞ്, ചെല്ലെ കൈ കൊടുക്കുന്ന ഒന്ന് മുട്ടിക്കേ ഉള്ളൂ. അവരോട് പിന്നെ മിണ്ടാതിരിക്കാൻ നല്ലത്. കാരണം ഒരാൾ നമ്മുടെ ആത്മാർത്ഥത കാണിക്കുന്ന ക്ഷയിക്കാൻ കൊടുക്കുന്നതിനകത്ത് അറിയാം ആത്മാർത്ഥമായിട്ടാണോ അല്ലെന്നുള്ളത്. ചെല്ലുന്ന മുട്ടിച്ചേച്ചു ഒരച്ചേച്ചു അങ്ങ് പോകും. അവരോട് ഓക്കെ എന്ന് പറഞ്ഞാൽ വിട്ടാച്ചാൽ മതി, ഒന്നും ചോദിക്കണ്ട. നിറഞ്ഞ മനസ്സോടാണെങ്കിൽ ആ കൈക്ക് ഒരു ബലവും ആ കൈ തന്നതിനകത്ത് ഒരു സ്ട്രോങ് ഫീലിങ്സ് നമുക്കുണ്ടാവും. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാവരും വ്യക്തിപരമായി കണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച്
പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം പങ്കുവെച്ച് വളരെ കൃത്യമായ നിലയിൽ ക്ഷേമാന്വേഷണം നടത്തി ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിഷയം പറഞ്ഞാൽ ആ കേട്ട വ്യക്തിയുടെ കയ്യിൽ ആ വിഷയം ഭദ്രമായിരിക്കും. നാടുനീളെ കൊണ്ട് നടക്കൊന്നുമില്ല. അമ്മണി അറിഞ്ഞായിരുന്നോ? ചിന്നമ്മ കൊച്ചമ്മ പറഞ്ഞു ഇതാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന രീതിയൊന്നും അന്നില്ല. ഇന്ന് പറഞ്ഞു തരാത്ത താമസം അന്നേരം BBC-യിൽ ചെല്ലുന്നതിനേക്കാൾ വൈഡ് സ്പ്രെഡ് ആകും ന്യൂസ്. അങ്ങനത്തെ കൂട്ടായ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. സ്തോത്രം. വളരെ സിൻസിയറായി ഇതെന്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സഹവിശ്വാസിയെ ഉൾക്കൊള്ളുന്ന കൂട്ടായ്മ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന്റെ ആത്മീക വളർച്ച കൃത്യമായി നടക്കുകയുള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഞായറാഴ്ച സഭയത്തിനൊക്കെ ചെല്ലുമ്പോൾ ആശ്വാദം പറയുമ്പോൾ പാസ്വേഡ് മാറ്റില്ല, പാസ് എന്നാ പൊക്കോട്ടെ കാണാന്ന് പറഞ്ഞ് കൈയും വീശിച്ച് അങ്ങ് പോകരുത്. പിന്നെ ഒരേ അപ്പത്തിന്റെ അംശികളായി ഇടത്തും വരുത്തിയിരുന്നവരുമായിട്ട് തന്നെ ഒരു ബന്ധമില്ലാത്ത സോദരം. ചില ബസ് പോകുന്ന എന്റെ പിന്നെ 150 ബസ്സുണ്ട്. ചുമ്മാ അങ്ങ് പറയാ വണ്ടി പോകുന്നൊക്കെ മിണ്ടാൻ കഴിയല്ല. അതിനാ അവരുടെ മുമ്പിൽ നിന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരതെല്ലാം ചോദിച്ച് പിന്നെ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ പറയുന്ന യോഗം കഴിഞ്ഞ അന്നേരം പാസ്വേഡ് മാത്രം പോവാന്ന് പറയുക. തിരിച്ച് അന്നേരം ഇടംബലം നോക്കാതെ വന്നു, സ്റ്റാൻഡിൽ വന്നു, വണ്ടിയിൽ കയറി വീട്ടിൽ പോയി ക്ലീൻ. അതാ നമ്മുടെ രീതി. അങ്ങനെ ആകരുത്. ഇപ്പൊ ഷാജി പാസ് പറഞ്ഞു എല്ലാ വിശ്വാസങ്ങളും ക്ഷേമാശം അഞ്ചിച്ചേ പോരാമെന്ന് പറഞ്ഞു കരുതി 12 യോഗം കഴിയുമ്പോൾ 4 മണി വരെ സഭാ കൂടി വർത്താനം പറഞ്ഞ് നിൽക്കാനല്ല ഞാൻ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് വേറെ പ്രശ്നം ഒന്നും പറയാൻ നോക്കിയല്ല, പറഞ്ഞ ഏത് രീതിയിലല്ല ഉൾക്കൊള്ളുന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ നോക്കിയല്ല. അതാ വിഷയം. പോട്ടെ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചല്ല, പരിശുദ്ധ അവിടെ അർത്ഥമാക്കുന്നത് എല്ലാവരും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ ബലത്തിൽ വേണം ഒരു ദൈവ പൈതന് വളർച്ചയുണ്ടാകാൻ. അതില്ലാത്തവൻ ആത്മികമായി ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരുന്നില്ല, ആത്മികമായ പക്വത പ്രാപിക്കുന്നില്ല. ആത്മീയമായി പക്വത പ്രാപിച്ചവന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അന്നേരം തിരിച്ചു പറയാതെ ഒന്നെങ്കിൽ ചിരിച്ചു തന്നു, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു വിടും. മനസ്സിലാകുന്നുണ്ടോ? ചിലതൊക്കെ കേട്ട ഭാവം അത് കേൾക്കാഞ്ഞിട്ടോ കാര്യത്തിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടോ അല്ല, അവരതൊന്നും മൈൻഡ് ചെയ്യല്ല. അതൊക്കെ ഇങ്ങനെ കിടക്കും. ഫലമുള്ള വൃക്ഷത്തിന്റെ ഏറ് കിട്ടുള്ള തിരിച്ചറിയാവുന്നുണ്ടെങ്കിൽ അവിടം കൊണ്ട് തീർന്നല്ല. സ്തോത്രം. അങ്ങനല്ല കേട്ടോ. അപ്പൊ ഒരു ആത്മിക പക്വത അത് പ്രാർത്ഥനയിൽ കാണുമ്പോൾ അറിയാം. ഒരു പ്രബോധനം പറഞ്ഞ് കേൾക്കുമ്പോൾ ആത്മിക പക്വത നമുക്കറിയാം. അല്ലേ? ചില പ്രാർത്ഥിക്കുകയും ആമേൻ ഗ്ലോറി ഹല്ലേലൂയ, ആമേൻ കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ഒന്നുമില്ല. അതിനെ ഹല്ലേലൂയ ഗ്ലോറി വിക്ടറി പറഞ്ഞ് തന്നെ നിറയ്ക്കുന്നത്. അതാ ആത്മിക ശൈശവത്വം പോയിട്ടില്ല തെളിവാണത്. വർഷം ഇത്രയായിട്ടും മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോടുള്ള അറ്റാച്ച്മെന്റ് കുറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അറ്റാച്ച്മെന്റ് ഓരോ ദിവസം കഴിഞ്ഞ കൂടി കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സ്നേഹം പരസ്പരം കൂടിക്കൂടി വരുമ്പോണ്ടല്ലോ വാക്കുകളുടെ എണ്ണം കുറയും. കൂടുതലൊന്നും പറയണ്ട. ചിലപ്പോ ഒരു മൂളല് മതി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് മനസ്സിലാക്കാൻ. ശരിയാണോ? മറ്റേ കാര്യം ഓർത്തോണേ. ഇത്രയും പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നേ പറഞ്ഞായിരുന്നു തിങ്കളാഴ്ച ബർത്ത്ഡേ ആണ്, സാരി മേടിക്കണം. 2 ദിവസം മുമ്പേ പറഞ്ഞു. പോകും പറയാം മറ്റേ കാര്യം ഓർത്തോണേ. ഇത്രയും പറഞ്ഞാൽ മതി. പാലിന് പിടി കിട്ടും. ഓക്കെ, ഒക്കെ എന്റെ മനസ്സിലുണ്ട്. അല്ലാതെ കഴിഞ്ഞ 23-ാം തീയതി രാത്രി 6:30 ആയപ്പോൾ ഞാൻ പറയുവാൻ തക്കണം ഇടയായി തീർന്നല്ലോ, തിങ്കളാഴ്ച എന്റെ ബർത്ത്ഡേ ആയിരിക്കുവാൻ തക്കണം ഇടയായി തീരുമെന്ന്, അപ്പോൾ തിരികെ വരുന്നതായ അവസരങ്ങളിൽ തുണിക്കടയിൽ കയറുവാൻ തക്കണം ഇടയായി തീർന്ന് അവിടുന്ന് 2 സാരിയും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കയറി വരുവാൻ തക്കണം ഇടയായി തീരാവൂ എന്ന് വല്ലതും പറയണോ? നമ്മളിങ്ങനെയൊക്കെയായി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അങ്ങനല്ല.
ഇന്റിമസി കൂടുതലാണെങ്കിൽ ആ കാര്യം ഓർത്തോണേ, അത്ര പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ആ പക്വതയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിലും ശൈലിയിലും പോലും വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആത്മിക പക്വത വന്നവർക്ക് പരിഭവങ്ങളില്ല, പരിദേവനങ്ങളില്ല, നഷ്ടങ്ങളെ കുറിച്ച് അവർ ഒരിക്കലും ടെൻഷൻ അടിക്കുന്നില്ല, ആകുലത അവരെ അലട്ടുന്നില്ല, നാളെ എന്താകുന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. കാരണം അറിയാമോ, ഓരോ ദിവസം കഴിയും തോറും കർത്താവിനെ രുചിച്ചറിയുമ്പോഴല്ലോ കർത്താവിനേക്കാൾ വലുതല്ല ഇതൊന്നും. അതാ വിഷയം. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, 3 ദിവസമായിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക, ഒരെണ്ണത്തിന് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഉറക്കവും ഇല്ല, ഒരു വിഷയവും ഇല്ല. നിങ്ങൾ അന്തരീക്ഷം ഇന്നത്തെ സിറ്റുവേഷൻ വല്ലതാണോ? ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് പറഞ്ഞ ഓസ്ട്രേലിയ ഇരുന്നും കാനഡ ഇരുന്നും അമേരിക്കയിൽ ഇരുന്നും കേൾക്കാൻ ഒരു തടസ്സവും ഇല്ല. അത്രയും ടെക്നോളജി വർദ്ധിച്ചു. ഇനി അതല്ല, ഒരു കൺവെൻഷനക്കാരാണെന്നുണ്ടെങ്കിൽ 5000 വാട്ട്സും 10000 വാട്ട്സിന്റെയും മൈക്ക് സിസ്റ്റം വെച്ചാൽ എവിടെ വരെ കേൾക്കാം? അന്ന് അത് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞ പോലെ അലറിക്കടഞ്ഞു വല്ലതാണ് കർത്താവ് പറയുന്നത്, അതുമല്ലല്ലോ. അപ്പൊ ഇത്രയും ആൾക്കാർ കേൾക്കണം എന്നുണ്ടെങ്കിൽ എത്ര പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ടായിരിക്കും ജനം ഇരുന്നത്. ഞാൻ അന്നത്തെ ജനത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. ഇന്നെങ്ങാനും കർത്താവ് പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സമ്മതിക്കുമോ? പറയാൻ വാ തുറക്കുന്നതിന് മുമ്പേ ആത്മാവ് നിറഞ്ഞ് കൈയടിച്ച് ബഹളം വെച്ച് ഇരുന്ന കല്ല് നുരുണ്ട് താഴെ വീണ് എന്തെല്ലാം ബഹളം വെക്കുന്നറിയോ? ഒരു വാക്ക് കേൾക്കാൻ സമ്മതിക്കുകയല്ല. ഞാൻ പലപ്പോഴും ഇതൊക്കെ മനസ്സിൽ കണ്ടു നോക്കാറുണ്ട്. അന്ന് ആ ജനം കർത്താവിന്റെ ആ തിരുവായ് മൊഴിഞ്ഞുള്ള അല്ലെ ആ ലാവണ്യ വാക്കുകൾ കേട്ടിരുന്ന ജനത്തിന്റെ ആ മാനസിക അവസ്ഥയും ആ അന്തരീക്ഷമൊക്കെ ഞാൻ പലപ്പോഴും മനസ്സിൽ അവർക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് ഞാൻ ഓർക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ അതൊന്നും ചിന്തിക്കാറില്ലേ? നിങ്ങൾ ബുധനാഴ്ച പാർട്ടിക്കാരൻ വരുന്ന നോക്കി ഓർത്തോണ്ടിരിക്കുകയായിരിക്കും. സ്തോത്രം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 3 ദിവസമേ ഈ ജനം ഇരുന്നത് വിശന്നില്ല എന്ന് മാത്രമല്ല, കഴിക്കാൻ കൊണ്ടുവന്നത് കൊച്ചൻ പോലും കഴിച്ചില്ല. സാധാരണ പിള്ളേരിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് വിട്ടാൽ 4 മണിയാകുമ്പോഴത്തേന് വല്ലതും കാണുക, പാത്രം പോലും കാണുകയല്ല. ഇവിടെ ആ കുഞ്ഞും 5 അപ്പം 2 മീനും കഴിക്കാൻ കൊണ്ടുവന്നതാ, തൊട്ടില്ല. സ്തോത്രം. അപ്പൊ ആ പ്രസംഗത്തിന്റെ ശൈലി, രീതി, അവതരണങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കും അല്ലേ? ഇന്നെങ്ങാനും ആണെങ്കിൽ കർത്താവിന് കൃപയില്ലെന്നും പറഞ്ഞ് അടുത്ത ഒറ്റ യോഗത്തിന് പിന്നെ വിളിക്കുകയല്ല, നിന്നായിരുന്നെങ്കിൽ. കാരണം മര്യാദയ്ക്ക് ഇരുന്ന് ശാന്തമായിട്ട് പറയുമ്പം കൃപയുണ്ടെന്ന് പറഞ്ഞ ഒക്കുവോ? നമ്മൾ പറയും കർത്താവിന് കൃപയുണ്ടെങ്കിൽ ആ ഇരുന്ന കല്ലിനെങ്കിലും ഒരു വ്യത്യാസം പറഞ്ഞായിരുന്നു. അല്ലെ ഒരു കാറ്റ് വീശി ആ ചുറ്റുപാടുള്ള മരമൊക്കെ ഒന്ന് ഇളകുകയാണെങ്കിൽ കണ്ടോ ശക്തി വ്യാപരിക്കുന്നു പറഞ്ഞേ. അവരൊരു ഇല പോലും അനങ്ങിയിട്ടില്ല. സൃഷ്ടാവിന്റെ ശബ്ദം കേട്ടപ്പോ സൃഷ്ടി പോലും പഞ്ചപുച്ഛമടക്കി നിൽക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ആത്മീക പക്വതയുടെ ലക്ഷണങ്ങൾ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ, പൊതുസഭയിലെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ ചിന്ത, ഞാൻ വിഷയം വിട്ടു പോകല്ലേ, കുറേയേറെ പ്രാർത്ഥിച്ചാൽ വേഗം ഉത്തരം കിട്ടുമെന്നൊരു ചിന്താഗതിയുണ്ട്. യാക്കോബ് ലേഖനം എടുത്തേ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ ഇല്ലല്ലോ ആ വാക്യം ഒന്ന് വായിച്ചേച്ച് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 4-ന്റെ 1 മുതൽ വായിച്ചേ. യാക്കോബ് 4-ന്റെ 1 മുതൽ. ഇല്ലേ? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾ കലഹിക്കുകയും കണ്ണീടുകയും ചെയ്തിട്ട് യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല.
പിന്നെ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും മൂന്നാമത്തെ വാക്യം. നിങ്ങളുടെ ഭോഗങ്ങളിൽ ആ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ആ ഒന്നും ലഭിക്കുന്നില്ല. മതി. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതിനാൽ ഒന്നും കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാഞ്ഞിട്ടാ കിട്ടാത്തെന്ന് സാധാരണ പറയാറുണ്ട്. ഇവിടെ യാക്കോബ് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അതല്ല പ്രശ്നം, വല്ലാതെ യാചിക്കുന്നതിനാൽ ഒന്നും ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആത്മിക പക്വതയുള്ളവന്റെ യാചന കേട്ടാൽ അറിയാം. മനസ്സിലായോ? ആത്മിക പക്വതയുള്ളവന്റെ യാചനയിൽ ആ വ്യത്യാസമാണ്. ഞാൻ ആ പോയിന്റ് വിടുന്നു. ഒരു കെട്ടിടത്തിന്റെ നിർമ്മിതിക്ക് നാനാ തുറകളിലെ ആളുകളുടെ അധ്വാനവും പ്രയത്നം കൊണ്ട് മാത്രം കെട്ടിടം പൂർണ്ണമാകുന്നത് പോലെ ഒരു ദൈവ പൈതന്റെ ആത്മിക വളർച്ചയിൽ സഹവിശ്വാസികളുടെയും കൂട്ടുവിശ്വാസികളുടെയും നിരവധി ദൈവദാസന്മാരുടെയും സഹായങ്ങളും സഹകരണങ്ങളും നിർദ്ദേശങ്ങളും ശിക്ഷണവും ഉപദേശങ്ങളും കൂടിയേ തീരൂ. മറ്റുള്ളവരുടെ കൂട്ടായ്മയില്ലാതെ, സഹായമില്ലാതെ, മറ്റുള്ളവരുടെ ശിക്ഷണമില്ലാതെ വളരുന്നവന്റെ ആത്മീയതയിൽ മുതിരാൻ ശ്രമിക്കുന്നവന്റെ ആത്മീക വളർച്ച ശ്രദ്ധിക്കണം. ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അവനുണ്ടാവുകയില്ല. ഞാൻ ആ ഭാഗം വിടുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ കർത്താവ് ഉപമിച്ച മറ്റൊരു ഭാഗമാണ് നട്ടിരിക്കുന്ന വൃക്ഷം. 1 ശിശു, 2 കെട്ടിടം, 3 നട്ടിരിക്കുന്ന വൃക്ഷം. എഫെസ് ലേഖനം എടുത്തെ 3-ാം അധ്യായം 17 മുതൽ 19 വരെയും കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ചോളൂ. എഫെസ് ലേഖനം 3-ാം അധ്യായം 17 മുതൽ 19 വരെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും ഓണാക്കി വായിച്ചോ. വരം നൽകണോ എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. 19 വായിച്ചോ. കൊലോസ്യ ലേഖനം എടുത്തേ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ വായിച്ചു. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊപ്പം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. അവനിൽ വേരൂന്നിയും. കണ്ടോ, നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഒരു ദൈവപൈതലിനെ. ഈ നട്ടിരിക്കുന്ന വൃക്ഷം, അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് അവനിൽ വേരൂന്നി വളരണം. മനസ്സിലാകുന്നുണ്ടോ? ആരാണ് ഈ അവൻ എന്നതും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ വേരൂന്നി ഒരു ദൈവ പൈതൽ വളരണം. അവന് ആ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ക്ലിയർ ആവുന്ന ഞാൻ വിശ്വസിക്കുന്നു. വേരൂന്നി വളർന്ന ഒരു ഫലത്തിലും കുറവില്ലാത്ത നിലവാരത്തിലേക്ക് എത്തണം. അത് ദൈവികമായ വളർച്ച പ്രാപിക്കണം. മനസ്സിലായോ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും മജ്ജകളാലും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു എന്ന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ നട്ടിരിക്കുക. എന്തിനാ നട്ടിരിക്കുന്നത്? ഫലം കായ്ക്കാൻ. അല്ലെങ്കിൽ നടന്ന കാര്യമില്ലല്ലോ. കുറച്ച് ഇല മാത്രം ഉണ്ടാകാനായിട്ടല്ല, ഫലം ഉണ്ടാകാനായിട്ടാണ് നട്ടത്. ആരെങ്കിലും പ്ലാവ് നട്ടെന്താ ചോദിച്ചാൽ അത് പ്ലാവ് നട്ടാൽ കുറച്ച് പ്ലാവല് കിട്ടുമല്ലോ എന്നാരെങ്കിലും പറയാറുണ്ടോ? വാഴ നടന്ന് വാഴ ഇലയ്ക്ക് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. ഇനി ചെടികൾ നിങ്ങൾ നടുവല്ലോ. റോസ ചെടി നടുന്നത്
റോസയുടെ ഇല കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. റോസ് നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം പൂവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നതുപോലെ നമ്മെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ നട്ടവന്റെ ഉദ്ദേശം ഫലം കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മെ നട്ടിട്ട് വർഷക്കണക്കൊന്ന് കൂട്ടി നോക്കിയിട്ട് പറ, ഇലയാണോ കൂടുതൽ, ഫലമാണോ കൂടുതലുള്ളത്? നമ്മൾ എത്ര വർഷത്തെ പഴക്കം പറയും, എന്നെ ഇത്രാമത്തെ വർഷത്തിൽ നട്ടതാണ്. പക്ഷെ എത്ര പഴക്കം വേണേലും ആയിക്കോട്ടെ, എന്റെ വിഷയം അതല്ല, ഫലം ഉണ്ടോ എന്നുള്ളതാണ്. ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു തടി കൊണ്ട് എന്താ പ്രയോജനം? വല്ല ഗുണം ഉണ്ടാകുമോ? ഇല്ല. സ്തോത്രം. അപ്പൊ നട്ടിരിക്കുന്ന വൃക്ഷം ഫലദായകമായ നിലയിൽ ആയിത്തീരണം എന്നാണ് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 4ാമത് ഉപമിച്ചിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉപമിച്ചു. വായിച്ചേര്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒരു മിനിറ്റ് ബാക്കി വായിക്കണം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു. ബി കെയർഫുൾ. വളരെ അപകടം പിടിച്ച വാക്യങ്ങളാണിത്, വളരെ സൂക്ഷിക്കേണ്ട വാക്യങ്ങൾ. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നിങ്ങളുടെ ആത്മാവ് നല്ല പറഞ്ഞു, നിങ്ങളുടെ ശരീരം തന്നെയാ പറഞ്ഞു. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് എന്റെ പുറമേ ഉള്ള ലോകം കാണുമ്പോൾ എന്റെ ഹൃദയം ദൈവം കാണുന്നു പറഞ്ഞൊക്കെ തട്ടിവിട്ടേച്ച് പോകാനും നോക്കുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഇവിടെ വാക്യം കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ ആത്മാവെന്നല്ല ശരീരം എന്ന് തന്നെയാണ്. ശരീരം ദൈവത്തിന് വിഷയമാണ്. സ്തോത്രം. അവിടെയാണല്ലോ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നല്ല റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശരീരങ്ങളെ എന്നെടുത്തു പറഞ്ഞു. കണ്ടോ? അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന് വിഷയമാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നമ്മുടെ ശരീരത്തൊരു മലിനത പറ്റിയാൽ അതെവിടെ അതിന്റെ റിസൾട്ട് വരുന്നേ? പറ. നമ്മുടെ ശരീരം മലിനതയ്ക്ക് വിട്ടുകൊടുത്താൽ, നമ്മുടെ ശരീരം അസാൻമാർഗിക ജീവിതത്തിന് വിട്ടുകൊടുത്താൽ, നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും തെറ്റായ സ്വഭാവ ദൂഷ്യം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, what would be the consequence? അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് എന്ന് വരികിൽ നാം നമ്മുടെ ശരീരത്തിന് ദോഷം വരുമാറി ചെയ്യുന്ന പ്രവർത്തികളിലൂടെ, അപമാനിക്കപ്പെടുന്ന പ്രവർത്തികളിലൂടെ ആരാണ് 100% അപമാനിതനായി തീരുന്നത്? നോ ഡൗട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയായിരിക്കും. ക്ലിയർ ആണ്, ഞാൻ വിശ്വസിക്കും. കാരണം നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ശരീരം ക്രിസ്തുവിന്റെ അവയവമായിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ ശരീരത്തിനും അവയവങ്ങൾക്കും ദോഷം വരുന്ന, നിന്ന വരുന്ന, അപമാനം വരുന്ന യാതൊരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുതെന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം പിടി കിട്ടിയോ? അതിനെ നമ്മൾ ക്യൂ നിന്നാ കിട്ടത്തില്ലേ? ക്യൂ നിൽക്കാതെ കിട്ടുമല്ലോ, പിന്നെയാണ് ക്യൂ നിന്നാൽ. പക്ഷെ എന്താ നമുക്കിത് പറ്റുകയില്ലാത്തത്? നാം നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്നത് ചെയ്യുമ്പോൾ അതിന്റെ അനന്തര ഫലം എന്നോണം വാസ്തവത്തിൽ ആർക്കാണ് ഈ ദോഷം വരുത്തി വെക്കുന്നത്? ക്രിസ്തുവിനാണ്. യാതൊരു സംശയവുമില്ല.
മനസ്സിലാകുന്നോ? അതുകൊണ്ട് ശരീരദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്ന് ഈ പറയാൻ കാരണം, ബീഡി വലിക്കരുത്, കള്ള് കുടിക്കരുത്, മറ്റേ പൊടി വലിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇതാ. മനസ്സിലായല്ലോ? അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തെ ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവസഭയെ ഉപമിച്ചിരിക്കുന്ന നാലാമത്തെ പോയിന്റ് ആയിരുന്നു, ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മെ ചേർത്ത് ഉപമിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ വളർച്ച ഇല്ലാതെ വന്നാലോ ശരീരത്തിന്റെ അവയവങ്ങൾക്ക്? നല്ലതായിരിക്കും അല്ലേ? നോ. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വളർച്ച ഉണ്ടായിരിക്കണം. നിശ്ചയമായും പ്രോപ്പറായിട്ടുള്ള വളർച്ച ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സംതിങ് റോങ് എന്ന് നമ്മൾ പറയും കാരണമായി തീരും. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ഒരു ലോക്കൽ സഭയെ എന്നതിനാൽ ക്രിസ്തുവിന് അപമാനം വരുന്ന, ക്രിസ്തുവിന്റെ ശരീരത്തിന് ദോഷം വരുന്ന യാതൊരു പ്രവൃത്തിയും ദൈവ പൈതലിന് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. ദുർമാർഗമായ ജീവിതം ഒരിക്കലും നമ്മുടെ ആത്മീക ശരീരം കൊണ്ട് ചെയ്തെടുക്കാൻ പാടില്ല. അതിന്റെ അടുത്ത 7-8 അധ്യായങ്ങളൊക്കെ 6-7 അധ്യായങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ ഇത് കുറച്ച് വിശദമാക്കിക്കൊള്ളാം. ഇപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ആത്മീക പക്വത പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ആത്മീക ശൈശവത്വം മാറി, കെട്ടിടമെന്ന അവസ്ഥ എന്ന് മാറി, അല്ലെങ്കിൽ നട്ടിരിക്കുന്ന വൃക്ഷമെന്ന നിലയിലോ ക്രിസ്തുവിന്റെ ശരീരം എന്ന ഈ ഭാഗത്തെക്കാൾ ഉപരിയായി ഏറ്റവും ടോപ്പിലാണല്ലോ ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ നിൽക്കുന്നത്. കുറഞ്ഞ പക്ഷം ആ ഒരു തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാകണം. ഓക്കെ, ഞാൻ എത്ര പറഞ്ഞ ഭാഗം വിടുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം ഓർക്കുന്നത് എബ്രായലേഖനം 5-ാമത്തെ 14-ാമത്തെ വാക്യത്തിൽ, കട്ടിയായുള്ള ആഹാരം കഴിക്കാതിരുന്നാൽ ഒരു ദൈവത്തിനുണ്ടാകുന്ന ആത്മിക ബലഹീനത നിങ്ങൾക്കറിയാം. ഒരു ചെറിയ വിഷയം കേട്ടാൽ അന്നേരം കിടന്നുകൊണ്ട് അങ്കലാപ്പ് വരാൻ കാര്യം എന്നറിയാമോ? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല, അത് തന്നെ കാരണം. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായി മാറുകയില്ല. ഞാൻ അത്ര പറഞ്ഞ ആ ഭാഗം വിടുന്നു. ഇനി നമ്മൾ ചിന്തിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആത്മീയ വളർച്ചയുടെ പരിധി എവിടം വരെ? ഞാൻ കുറെ നോട്ട്സ് തയ്യാറാക്കുന്നുണ്ട്, അത് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അങ്ങ് എന്റെ മെമ്മറിയിൽ നിന്ന് അങ്ങ് പറഞ്ഞു പോകണമെങ്കിൽ ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. നോക്കി പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്കൊരു എന്താ ഒരു പൂസ് പോലെ വരുന്നത്. ഓക്കെ, എന്താണ് ആത്മീക വളർച്ചയുടെ പരിധി? അല്ലെങ്കിൽ എവിടം വരെയാണ് ഒരാളുടെ വളർച്ച പോകാൻ പറ്റും? അതിന്റെ പരിധി എന്താണ്? കൊലോസ് ലേഖനം 1-ാമത്തെ 28-ാമത്തെ വാക്യത്തിൽ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. കണ്ടോ? അപ്പോൾ ആത്മീക വളർച്ചയുടെ പരിധി നമുക്ക് മനസ്സിലായി. എവിടെ വരെയാണ്? ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. കണ്ടോ? നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സഹവിശ്വാസിയുടെ, കൂട്ടുവിശ്വാസിയുടെ ആത്മീക വളർച്ചയിൽ അവനെ ക്രിസ്തുവിൽ എത്രത്തോളം തികഞ്ഞവനാക്കാം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറിയൊരു ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, സോറി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും ഒരു ലോക്കൽ സഭയുണ്ടെന്ന് എന്റെ വിശ്വാസം. ആ സഭയിലുള്ള തൊട്ടടുത്തിരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ക്രിസ്തുവേശുവിൽ തികഞ്ഞവനാക്കുന്നതിൽ എന്റെ റോൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുഴപ്പം പിടിച്ച കാര്യമൊക്കെ പറഞ്ഞു വരുന്നല്ലേ? സഹവിശ്വാസിയെ കൂടെ ക്രിസ്തുവേശു തികഞ്ഞവനാക്കാനുള്ള ഉത്തരവാദിത്വം മറ്റൊരു കൂട്ടുവിശ്വാസിക്കുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ബാക്കിയുള്ള ഫെസിലിറ്റി മാത്രമല്ല സഭ വേണ്ടത്. കൂട്ടുവിശ്വാസിയെ ക്രിസ്തുവേശു തികഞ്ഞവനാക്കുവാൻ എന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന തിരിച്ചറിവ് ഒരു ദൈവത്തിന് ഉണ്ടാവുകയും അത് അനുവർത്തിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. അത്രമാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ആത്മീക വളർച്ചയുടെ പരിധി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യത്തിൽ, ക്രിസ്തു എന്ന തലയോളം വളരണം.
കണ്ടോ? എവിടെ വരെ വളരണം? ക്രിസ്തു എന്ന തലയോളം വളരണം. വളരണം. അതിപ്പോ നടക്കുന്ന കാര്യമാണോ? അല്ലേ? നടക്കണമെന്നേ. ഇത്രയും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതല്ലേ? അതെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തു ആകുന്ന തലയോളം വളരാൻ ആത്മിക പക്വതയുടെ അല്ലെങ്കിൽ ആത്മിക വളർച്ചയുടെ പരിധി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവിടം വരെ വളരണം. എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ടെന്നുള്ളതല്ല വിഷയം, വളർച്ച വർഷങ്ങളായിട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം. ഞാന് ആ പോയിന്റ് ഒക്കെ തരും, നിങ്ങളത് നോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങളൊരു വിശദമായ നോട്ട്സ് തയ്യാറാക്കി പഠിക്കണേ. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റിലേക്ക് വന്ന് വേഗം അവസാനിപ്പിക്കാം. അതിന് ടൈമുണ്ട്, ധൃതി വെക്കാണ്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ആത്മീയ വളർച്ചയുടെ ഉപാധികൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ വളരാൻ പറ്റും? റെഫറൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, കാര്യം പറഞ്ഞു വിടാം. നിങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് ദൈവവചനം ഫോളോ ചെയ്താൽ മതിയാകും. ഒന്ന്, ദൈവവചനം ആത്മീക വളർച്ചയുടെ ഒരു ഉപാധിയാണ്. ദൈവവചനം കേട്ടു വളരണം, ഭക്ഷിച്ചു വളരണം, വായിച്ചു വളരണം, അനുഭവിച്ചു വളരണം. ക്ലിയർ ആയോ? വചനം അനുഭവിക്കണം, വചനം കൈക്കൊള്ളണം, വചനം കേൾക്കണം. സ്തോത്രം. ദൈവവചനം ആത്മീക വളർച്ചയുടെ ഉപാധിയായിട്ട് മാറണം. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ വചനം കേൾക്കാനുള്ള താല്പര്യം, വചനം വായിക്കാനുള്ള താല്പര്യം, വചനം അറിയാനുള്ള താല്പര്യം ഒരു ദൈവത്തിൽ ഉണ്ടാകണം. സ്തോത്രം. എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നാ അത് എനിക്ക് തോന്നിയതാണോ? ചെറിയ സംശയം പോലെ. കുറച്ചു പേർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, വചനമില്ലാതുള്ള വളർച്ചയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ മുമ്പൊക്കെ, ഇപ്പൊ പിന്നെ ആ പാട്ടൊന്നും ആരും പാടത്തില്ല. ഒരു ആത്മീയ കുടിവരവിൽ ആരെങ്കിലും പ്രായ ആൾക്കാർ വചനം സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ മുമ്പ് ഒരു പഴയ പാട്ട് പാടുമായിരുന്നു. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുകേ ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ആത്മീയ വളർച്ചയുടെ ഒന്നാമത്തെ ഉപാധിയാണ് ദൈവവചനം. വചനത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. ഞങ്ങൾ അവന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ട, തിരുവചനം എന്റെ വായിക്ക് എത്ര മധുരം. തേനേക്കാളും തേൻ കട്ടയേക്കാളും മധുരം. സംഗീതക്കാരും പറയാം 119. അതൊക്കെ എന്ത് വാക്യങ്ങളല്ലേ! തേനേക്കാളും തേൻ കട്ടയേക്കാളും മാധുര്യമേറിയതാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം, ഈ തേൻ തൊട്ട് നക്കെ വെച്ചിട്ടിരുന്ന് ഉറങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? തേൻ എനിക്കെങ്കിലും വേണ്ട എന്നാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തേൻ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഞാൻ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്റെ ചിന്ത. പിന്നെ അങ്ങനെ ഈ ഇസ്രായേൽ മക്കളെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ദൈവം അവർക്ക് മന്ന പൊഴിച്ചിട്ട് കൊടുത്തു. ശരിയല്ലേ? വചനം ഭക്ഷിക്കുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്.
ആത്മീക വളർച്ചയുടെ ഉപാധി എന്താണ്? നമ്പർ 1 വചനം. വചനം ഭക്ഷിച്ചു വേണം വളരാൻ. എന്നെ തിന്നുന്നവൻ എന്നാലെ ജീവിക്കും, എന്നിലോർ പാപി വിശ്വാസം വെച്ചിടുകിൽ ഇരുളിൽ നടക്കയില്ല, ഇടറി വീഴുകയില്ല, മരിക്കിലും ജീവിച്ചു നിത്യാനന്ദം ലഭ്യമാകാൻ മന്നായെ ഭുജിക്ക, ജീവപമനായെ നാം ഭുജിക്ക, ദിവ്യമൊഴിയ മന്നായെ നാം ഭുജിക്ക. കണ്ടോ? മന്നായെ ഭുജിച്ചു വളരണം. ഇത് തിന്നു വേണം, മന്ന ഭക്ഷിച്ചു വേണം വളരാൻ. മനസ്സിലായോ? അതിനൊരു പ്രശ്നം എന്താണെന്നറിയാം. മന്നയൊക്കെ ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം, അത് രാവിലെ എഴുന്നേൽക്കണം. അതെന്താ? മന്ന പൊഴിച്ചിട്ടേക്കല്ലേ, മഞ്ഞിനകത്ത് പൊതിഞ്ഞിട്ടേക്കുക. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ഇങ്ങ് പറയുക, അന്ന് കേൾക്കാത്ത തെളിപ്പോൾ ഉള്ളത് കൊണ്ട്. മന്ന മഞ്ഞിനകത്ത് പൊതിഞ്ഞിട്ടേക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രിഡ്ജ് കണ്ടുപിടിച്ച കെൽവിനേറ്ററുകാരൊന്നും അല്ല, തമ്പുരാനാ. കണ്ടോ? ഫുഡ് കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഐസ് കൊണ്ട് തെളിയിച്ച് കാണിച്ചത്. അതിന് ശേഷമാ ഇവിടെ കെൽവിനേറ്ററോ പിന്നെ ബജാജുകാരും ഒക്കെ കണ്ടുപിടിച്ചേ. ഞാൻ ഫ്രിഡ്ജിന്റെ കാര്യം പറയാനല്ല. അപ്പൊ ഇളമ്പയിലടിച്ച് മഞ്ഞുരുകുമ്പോൾ ലൈക്ക് എ കോറിയാൻഡർ സീഡ്, മല്ലി പോലെ കിടക്കുന്ന ഈ സാധനം പെറുക്കിയെടുക്കണം. അതിനെപ്പോ എഴുന്നേക്കണം? വെളുപ്പിന് എഴുന്നേക്കണേ. അതിരാവിലെ 7 മണിക്ക് എഴുന്നേറ്റാൽ കിട്ടുകയില്ല. വെളുപ്പിന് 7 മണിക്ക് എഴുന്നേറ്റാലേ കിട്ടത്തരുത്. പിന്നെ വെളുപ്പിന് തന്നെ ഒറിജിനൽ വെളുപ്പിന് എഴുന്നേക്കണം. അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് അല്ലേ, മുഖമൊക്കെ ഒന്ന് കഴുകിച്ച് ആ കട്ടിലെ തന്നെ ഇരുന്നോ, ആ പായ കിടന്നോണ്ടൊക്കെ അവര് ഒരുമിച്ചിരുന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിരാവിലെ തിരുമുഖത്തെ നോക്കിയിടുന്ന ജനം ശോഭിച്ചിടും പാടുകയല്ലായിരുന്നോ? തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾക്കേകിടുക, ഏഴകളാം ഞങ്ങൾക്കേകിടുക. പാടുകയല്ല നീ പാട്ട്? ഇല്ല, പാടണം. 2025 തുടങ്ങിയില്ലേ, 24 പാടിയില്ലെങ്കിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കണം. വെളുപ്പെഴുന്നേറ്റ് പാടി മന്ന പെറുക്കി ഭക്ഷിച്ചിട്ട് എനിക്ക് ബാക്കി പരിപാടിയുള്ളൂ. തീരുമാനിക്കുവോ? ഞാൻ കുറെ തീരുമാനം എടുത്തു, നമുക്കറിയാമല്ലോ ആ തീരുമാനമൊക്കെ എങ്ങനെയാണ്. ഓക്കെ, നല്ല കാര്യം. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഈ വർഷം ചെയ്തോളാം എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് ബോധിച്ചിരിക്കുക, ഈ വർഷം ഫലം കായ്ക്കുമല്ലോ, നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നവനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഏകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാറിൽ ഞാൻ ചാടുന്നേ. ലാസ്റ്റ് ഒരു സ്റ്റാൻസ ഉണ്ട്. യാഗം കഴിച്ചു നിയാമം ചെയ്ത ശുദ്ധന്മാർ, നാലായാമത്തിൽ ഉണർന്നവർ മോദാമോടെ വാഴ്ത്തുന്നേ. നാലായാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. എന്തൊരു സുഖം എന്നറിയാം. പാട്ടൊക്കെ പാടുമ്പം തന്നെ ശരീരത്തിനൊരു സുഖം, ഒരു ചൈതന്യമൊക്കെ. ആര് പാടാനാ? അല്ല, അത് ആർക്കറിയാം? ഇന്നല്ല പാടുന്നു. ഈ കുറഞ്ഞ പക്ഷം മനമേ പക്ഷികൾ കിടങ്ങുന്നുള്ള പാട്ടേലും പാടണ്ടേ? പോട്ടെ. ഞാൻ പറഞ്ഞത് ആത്മീക വളർച്ചയുടെ ഒന്നാമത്തെ ഉപാധിയാണ് ദൈവവചനം.
പക്ഷെ ഒരു കുഴപ്പം സംഭവിച്ചു ഇസ്രായേൽ മക്കൾക്ക്. അവർ രാവിലെ എടുത്ത് ദൈവം തമ്പുരാൻ പറഞ്ഞു, മോശയോട് പറഞ്ഞു, നാളെ നിങ്ങൾ യഹോവയുടെ മഹത്വം കാണും, പാളയത്തിൽ വിളംബരം ചെയ്തേക്കാൻ പറഞ്ഞു. വിളംബരം ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിലാണ് മല്ലി പോലെ കൊത്തമ്പാലരി പോലെ കിടക്കുന്ന ഈ മന്ന അവർ പെറുക്കിയെടുത്തു. ദൈവം മോശയോട് അരളിച്ചതുപോലെ മോശ പറഞ്ഞു, എല്ലാവരും പെറുക്കിയെടുത്ത് ഓരോ ഇടങ്ങഴി വീതം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ സന്ദർഭശാ ചോദിക്കട്ടെ, ഞാനിതൊരു 100 പ്രാവശ്യമെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയുക. എന്താ ഈ ഓരോ ഇടങ്ങഴി പെറുക്കിക്കോളാൻ പറയാൻ കാരണം? അന്നേരം അവരുടെ കയ്യിലുണ്ടാകുന്ന അളവ് പാത്രം ഇടങ്ങഴി അതുകൊണ്ടാണോ? അല്ല, വല്യപ്പച്ചൻ പണ്ട് കൊടുത്തത് അതാ. അതാ കൊച്ചുമക്കൾ ഇപ്പൊ പെറുക്കുന്നത്. 3 പുരുഷന്മാര് വന്നപ്പോഴേ, മനസ്സിലാകുന്നുണ്ടോ? 3 പുരുഷന്മാര് വന്നപ്പോ അബ്രഹാം ഞാൻ നിലം വരെ കുനിഞ്ഞേച്ചു പറഞ്ഞു, അടിയന്റെ വീട്ടിൽ വന്ന് ഞാൻ കാല് കഴുകാം, 1 മുറി അട തരാമെന്ന് പറഞ്ഞു. പറഞ്ഞത് 1 മുറി അട എന്നാണേ. കൊടുത്തപ്പോ 3 ഇടങ്ങഴി മാവ് എടുത്ത് സാറുടെ കയ്യിൽ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അതെന്തിനാ? ഒരാൾക്ക് ഇടങ്ങഴി മാവിന്റെ അപ്പം ഇത് ഉണ്ടാക്കാനായി പറഞ്ഞു. തമ്പുരാൻ അന്നേ അത് നോട്ട് ചെയ്തു. സ്തോത്രം. കണ്ടോ? 3 പേർക്ക് 3 ഇടങ്ങഴി, ഒരാൾക്ക് ഓരോ ഇടങ്ങഴി വീതം അന്ന് അബ്രഹാം കൊടുത്തിട്ടത് കൊണ്ട് കൊച്ചുമക്കൾ ഇത് മിസ്രമീൽ നിന്ന് വന്നപ്പോൾ മരുഭൂമിയിൽ അവരും പെറുക്കുക. എത്ര? ഓരോ ഇടങ്ങഴി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, കൊച്ചുമക്കൾ വല്ലതും മരുഭൂമിയിൽ പെറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പന്മാരും അപ്പച്ചന്മാരും ഒക്കെ നേരത്തെ എറിഞ്ഞിട്ടിട്ടുണ്ടായിരിക്കണം. അല്ലാതെ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പൊ തന്നെ തുറന്നു വരട്ടെ, നിന്റെ ഭണ്ഡാരം നിറയട്ടെ എന്നൊക്കെ പറഞ്ഞ് കയ്യും വീശി ബഹളം വെച്ചാൽ മൈക്കിന്റെ സ്റ്റാൻഡുമായിട്ട് വീഴാമെന്നുള്ളതല്ലാതെ ഒന്നും നിറയാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇവിടെ കൊച്ചുമക്കൾ ഇങ്ങനെ പെറുക്കിയതിന്റെ പിന്നിൽ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ, വല്യപ്പച്ചനെ അബ്രഹാം നേരത്തെ ഓരോ ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചുമക്കൾ ഈ പെറുക്കിയത്. പോട്ടെ, രാവിലെ എഴുന്നേറ്റ് പെറുക്കി അവരെ ഇടിച്ച് പൊടിച്ച് അപ്പമാക്കി തിന്നു. തിന്നപ്പോ അവര് പറയാണ്, തേൻ ചേർത്ത ദോശ പോലെ. അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ഒരേ പഴയ ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇതൊക്കെ അറിയാതെ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾ വിചാരിക്കും പാട്ട് കൊണ്ട് മുഴുവൻ ക്ലാസ് തീർക്കുകയാണെന്ന്. ആത്മതീയിൽ ചുട്ടെടുത്ത ചൂട് പലഹാരം കേട്ടിട്ടുണ്ടോ? എന്റെ വല്യപ്പച്ചനൊക്കെ പാടി, എന്റെ അപ്പച്ചനും പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അതാ, ആത്മതീയിൽ ചുട്ടെടുത്ത ചൂട് പലഹാരം, നാക്ക് നെഞ്ചും എരിഞ്ഞ് കയറ്റും എരിവ് പലഹാരം, വരുവിനിവിടെ മധുരമുള്ള പലഹാരമുണ്ടേ, അത് ഒരുമയോടെ വാങ്ങി തിന്നാൽ പരമഭാഗ്യമുണ്ടേ. കണ്ടോ? വാങ്ങി തിന്നുന്നതിന് ഒരു ഓർഡർ പറഞ്ഞ കണ്ടോ? അത് ഒരുമയോടെ വാങ്ങി തിന്നാൽ പരമഭാഗ്യമുണ്ടേ. മായുലകിൽ മാനവർക്കായി വിൽക്കും പലഹാരം, അത് സന്തോഷമാം പഞ്ചസാര ചേർത്ത പലഹാരം, അത് സന്തോഷമാം പഞ്ചസാര ചേർത്ത പലഹാരം. പഴയ പാട്ടാണത്, ഒരുപാട് വർഷം പഴക്കമുള്ള പാട്ടാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ ഇസ്രായേൽ മക്കൾ ഇത് വാങ്ങി അവരത് അപ്പം ഉണ്ടാക്കി ഭക്ഷിച്ച് പറയാ, തേൻ ചേർത്ത ദോശ പോലെ. പക്ഷെ നിങ്ങൾ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞേ, പുറപ്പാട് പുസ്തകത്തിൽ അവര് പറഞ്ഞത് തേൻ ചേർത്ത ദോശ പോലെയാണെന്നാണ്. സംഖ്യാപുസ്തകത്തിൽ വന്ന് പറയാണ് എണ്ണ ചേർത്ത ദോശ പോലെ. തേനൊക്കെ അങ്ങ് പോയി. നമ്മുടെ കാര്യം തന്നെ ഈ പറയുന്നത്. തുടക്കത്തിൽ ഭയങ്കര തേനായിട്ടാ തുടങ്ങിയത്. ഇതിന് എന്നെ ആവേശവും എന്നെ ഇടപാടാന്നറിയാം. പുസ്തകം താത്തു വെക്കാതെ കൊണ്ടു നടക്കുന്നു. 6 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ ബൈബിൾ വായിച്ചു തീർക്കുന്നു. ഭയങ്കര ഇടപാടായിരുന്നു. എന്തു പറഞ്ഞാലും വചനത്തിൽ കൂടെ പറയത്തുള്ളായിരുന്നു. അതുമൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ തേനെല്ലാം അങ്ങ് പോയിട്ട് എണ്ണ ചേർത്ത ദോശല്ലേ, ഒരു വിധത്തിലൊക്കെ വെന്ത് കിട്ടുന്ന അത്രേ ഉള്ളൂ. മടുപ്പായി തുടങ്ങിയല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഞാനത് പറയാൻ പോയി നമ്മുടെ ടോപ്പിക്കിന് മാറിപ്പോകും. ആത്മീക വളർച്ചയുടെ ഒന്നാമത്തെ ഉപാധിയാണ് ദൈവവചനം. അതെന്താ പറയാം? മനുഷ്യനെ ദൈവം നിർമ്മിച്ച നിലത്തിന്റെ പൊടി നിന്നാണല്ലോ, അല്ലേ?
മനുഷ്യൻ മണ്ണിൽ നിന്നെടുത്തതും മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതും. ശരിയല്ലേ? മണ്ണിൽ നിന്നെടുത്തതാണ്, മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതും തിരികെ മണ്ണിലേക്ക് ചേരുന്നതുമാണ്. എന്നാൽ അകത്തെ മനുഷ്യൻ അങ്ങനല്ല. അവന്റെ പരിപോഷണം ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. അത്രമാത്രം പറഞ്ഞ് ഞാൻ ആ പോയിന്റ് വിടുന്നു, അവിടെ നിന്നാ ശരിയാക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത് ഒരു ദൈവത്തിന്റെ ആത്മിക വളർച്ചയുടെ ഘടകമാണ് പരിശുദ്ധാത്മാവ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവോട് പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ തൊടുന്ന ഒറ്റ വാക്ക് മാത്രം ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടുന്നു. ഒന്ന്, വചനം നമ്മെ ആത്മിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മിക വളർച്ചയുടെ ഒരു പ്രധാന ഘടകം. അതുകൊണ്ടാണ് ആത്മനിറവ് പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നൊക്കെ അപ്പോസ്തലന്മാര് പറയാൻ കാരണം. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നൊക്കെ പൗലോസ് ചോദിക്കുന്നില്ലേ? അതെന്തിനാ? തെസ്സലോനിക്കത്ത് വാക്യമുണ്ട്, അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അത് തന്നെ കാര്യം. ആത്മനിറവുള്ളവനെ സന്തോഷത്തോടെ വചനം ഏറ്റെടുക്കാൻ നോക്കും. അല്ലാത്തത് എത്ര കേട്ടാലും മടുപ്പാ. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ആത്മനിറവുള്ളവൻ എപ്പോൾ വചനം കേട്ടാലും അവന്റെ അകത്ത് ചെറിയ സ്പാർക്കിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. Where there is friction, there is fire എന്നല്ലേ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? Where there is friction, there is fire. എവിടെ കൂട്ടി ഉരസലുണ്ടാകുമോ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ അകത്ത് വചനം നമ്മൾ സംഗ്രഹിച്ച് വെച്ചിരിക്കുക. ഞാൻ നിങ്ങളെ തന്നെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ നന്നായി വചനം സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വചനം സംസാരിക്കുന്നത്, ഞാൻ സംസാരിച്ച വചനവും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വചനം തമ്മിൽ ഒരു ഒരസലുണ്ടാകുമ്പോൾ അറിയാതെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാകും അകത്ത്. ആ കത്തലുണ്ടാകുമ്പോൾ അറിയാതെ വാതുറന്ന് സ്തോത്രവും ഗ്ലോറിയും പറഞ്ഞു പോകും. അല്ലാതെ സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് കുലുക്കിയാട്ടെ, അവൻ ഉറങ്ങുന്നുണ്ടോ നോക്കിയാട്ടെ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? സ്തോത്രം. അപ്പോഴേ ആത്മനിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം ആത്മിക വളർച്ചയ്ക്ക് എസെൻഷ്യലാണ്, അത്യന്താപേക്ഷ. അത്രമാത്രം പറഞ്ഞു. കാരണം ഒരു വാക്കായിട്ട് പറഞ്ഞാൽ സംഗതി ഒക്കത്തില്ല. അതുകൊണ്ടാണ് പോയിന്റ് മാത്രം പറഞ്ഞു വിടുന്നത്. കാരണം നമ്മുടെ വിഷയം വേറെയാണല്ലോ. ഇതിനകത്ത് കയറി വന്നപ്പോൾ പഠിക്കുന്ന ആളുകൾ വകതിരിച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതെല്ലാം കൂടെ ഓർഡർ ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടോപ്പിക്ക് അപ്പുറത്ത് കിടക്കുന്നുള്ളൂ. അങ്ങോട്ട് എനിക്ക് പതുക്കെ അടുത്ത് പറഞ്ഞു. അതിനാ മൂന്നാമത്തെ ആത്മിക വളർച്ചയുടെ ഉപാധി പ്രാർത്ഥനാ ജീവിതം. 3 കാര്യം ആത്മിക വളർച്ച ഉപാധിയായിട്ട് ഞാൻ പറഞ്ഞു. 1 ദൈവവചനം, 2 പരിശുദ്ധാത്മാവ്, 3 പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ഒരു വ്യക്തിയുടെ ആത്മിക വളർച്ച വളരെ ശുഷ്കിച്ചതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതം വളരെ അത്യന്താപേക്ഷിതമാണ്. എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതം. ചിലവരെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന, അത്രയും വിഡിത്തം വേറെ ഇല്ല. ആർക്കാ സമയം കിട്ടാത്ത? എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ട്രംപിന് 24 മണിക്കൂർ, നമുക്ക് 24 മണിക്കൂർ ഇല്ലേ? ഇപ്പൊ ട്രംപ് കാനഡ ഒരു സ്റ്റേറ്റ് ആക്കുന്നൊക്കെ പറഞ്ഞു കേട്ട് എല്ലാരും ആ പട ആശങ്കയിലിരിക്കല്ലേ? ഒന്നുമില്ല, അങ്ങനെ പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് ലോകരാജ്യത്തെ കീഴ്മേൽ മറിക്കാൻ ശേഷിയുള്ളവനും 24 മണിക്കൂറേ ഉള്ളൂ. ഒരു പണിയും ചെയ്യാ ചുമ്മാതെ പരിക്കാത്ത ഇരിക്കുന്നവനും 24 മണിക്കൂറേ ഉള്ളൂ. സമയമില്ല എന്നുള്ളതല്ല. ആർക്കാണ് സമയം? ആർക്കും സമയമില്ല. ഭൂമിയിൽ ഒരു മനുഷ്യന് സമയമില്ല. നമ്മൾ സമയം കണ്ടെത്തുക. മനസ്സിലായോ? യെസ്. ആർക്ക് സമയം? നമ്മൾ സമയം കണ്ടെത്തുക. ഓരോന്നിനും വേണ്ടി സമയം നമ്മൾ വിഭജിച്ച് മാറ്റി വെക്കുക. അങ്ങനെയാണ്.
പ്രാർത്ഥനാ ജീവിതത്തിന്റെ ടൈം വേറൊന്നിനും വിട്ടുകൊടുക്കരുത്. നമ്മൾ വേർതിരിക്കുന്ന ആ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം, അത് മറ്റൊന്നും കവർന്നെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിസിറ്റേഴ്സ് വരുന്നത്, ആരെങ്കിലും ഗസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നല്ല ഏകാഗ്രത നിൽക്കുമ്പോഴത്തേന് ഫോൺ ക്രിങ് ക്രിങ് എന്ന് അടിച്ചു. പ്രാർത്ഥിക്കാന്ന് പറയാൻ വേണ്ടി ആയിരിക്കും എടുത്തത്. എന്നിട്ട് പറയും, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ തുടങ്ങി ആ ഫോൺ മുഴുവൻ പഴുത്ത് ബാറ്ററി തീർന്നാലും നിർത്തുകയല്ല, പ്രാർത്ഥന സമയവും പോയി. നോ, അങ്ങനെ ആയിരിക്കരുത്. പ്രാർത്ഥന ജീവിതം അതിന് സമയമില്ല. ഞാൻ പറയായിരുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടുപഠിച്ചാൽ മതി കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം. ഒറ്റ കാര്യം എന്നൊക്കെ പിടികിട്ടും. ഞാൻ ഇവിടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഞാനൊക്കെ പറയണേ. കർത്താവ് ശിഷ്യന്മാർ പറയും നമുക്ക് അക്കരയ്ക്ക് പോകാന്ന് പറയും. എന്നാ പോകാം, എല്ലാവരും കയറി. കർത്താവ് കയറി, ശിഷ്യന്മാരും കയറി. കർത്താവ് കയറിയ പാടെ എന്ത് ചെയ്തു? അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങി. ഒരു യാത്ര തുടർന്ന് ഏകദേശം ഗലീലക്കണ്ട നടുവിലെത്തിയപ്പോഴത്തേക്കിന് കാറ്റും കോളുമായി പടക് മുങ്ങുന്ന അവസ്ഥയായി. അവരാകുന്നത് പടക് നിയന്ത്രിക്കാൻ നോക്കി നടന്നില്ല. അവസാനം അവർ കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നല്ല ചോദ്യം. കാറ്റും കോളും മുങ്ങാൻ തുടങ്ങി. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയല്ല, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് യാതൊരു വിചാരവും ഇല്ലെന്ന്. കർത്താവ് ഉടനെ എഴുന്നേറ്റു, കാറ്റിനെ കണ്ണെ ശാന്തമാക്കി. ഉടനെ ഇവർ തമ്മിൽ പറയണേ, ഇവിടെ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവൻ ആര്? അത് പറയാനായിട്ടല്ല, വേറൊരു കാര്യം പറയാൻ, അതിനകത്തുനിന്ന് വേറൊരു പോയിന്റ് പറയാനായിട്ട്. പോയിന്റ് അല്ല, ഒരു റിയാലിറ്റി നിങ്ങളത് ബോധ്യപ്പെടുത്താൻ. കർത്താവ് എന്തായി? കയറിയ പാടെ അന്നേരം തന്നെ അമരത്ത് തലയാണ വെച്ച് ഉറങ്ങാൻ കാരണം ക്ഷീണം കൊണ്ടാണോ? തലേദിവസ ശുശ്രൂഷ ക്ഷീണം കൊണ്ടായിരിക്കും അല്ലെ കയറിപ്പോഴേ ഉറങ്ങിപ്പോയത്? നോ, കർത്താവിനറിയാം. സർവജ്ഞാനിയായി കർത്താവ് ഇതെല്ലാം മറവാണോ? കാറ്റും കൂടെ ഉണ്ടാവുന്നതൊക്കെ നന്നായിട്ട് കർത്താവിനറിയാം. പക്ഷെ സുഖമായിട്ട് ഉറങ്ങി. അതെന്താ കാര്യം? നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നു. അത് തന്നെ. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, കർത്താവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ എപ്പോഴൊക്കെ തനിക്ക് സമയം കിട്ടുമോ അപ്പോഴൊക്കെ കർത്താവ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങും. ശിഷ്യന്മാരങ്ങനല്ല, എപ്പോ സമയം കിട്ടിയാലും പൂക്കുറ്റി ഉറക്കം. 1ാം ക്ലാസ് ഉറക്കം. നിങ്ങൾ കണ്ടില്ലേ, കർത്താവ് പ്രാർത്ഥിച്ചപ്പോ പത്രോസിനൊക്കെ കൂർക്കമ്പലി കാരണം കർത്താവിന് പ്രാർത്ഥിക്കാൻ മേല. തിരിച്ചു ചോദിച്ചോടാ, നിനക്കൊക്കെ ഈ പരീക്ഷയിലാപ്പെടാതിരിക്കാൻ ഒരു അരനാഴിക പോലും എന്നോടൊപ്പം ഇരിക്കാൻ പറ്റിയില്ലല്ലോ. ഉറക്കം. കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും ഉറങ്ങുന്ന കക്ഷികളാണ് ആര്? ശിഷ്യന്മാര്. കണ്ടോ, എപ്പോ സമയം കിട്ടിയാലും ഉറക്കുക. പണ്ടൊരു ദിവസം പറഞ്ഞില്ല, പത്രോസിന് വല്ല ഷൂറും ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. ഈ ഉറക്കത്തിന്റെ ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഉറക്കം. എപ്പോ സമയം കിട്ടിയാലും കർത്താവ് പ്രാർത്ഥിക്കും. പ്രശ്നം വരുമ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. നമ്മളോ എപ്പോ സമയം കിട്ടിയാലും ഉറങ്ങും. പ്രശ്നം വരുമ്പോഴത്തേക്കിന് കർത്താവേ നീ ഇടപെടണേ. ഇപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ വലിയവ ചെയ്യണമേ കർത്താവേ. 2025 പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അറിയാത്ത വഴികൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്ന് കുലുങ്ങേണ്ട സമയത്ത് കുലുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മറ്റുള്ള ശക്തി നമ്മെ കുലുക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. വല്ല മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഞാനൊരു കാര്യം പറയാം. 2025 സമയം കിട്ടുമ്പോഴെല്ലാം കുത്തിന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം. എന്നിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങണം. കർത്താവ് ചെയ്ത് കാണിക്കുക. ശിഷ്യന്മാര് സമയം കിട്ടുമ്പോഴെല്ലാം നല്ല ഉറക്കം ഉറങ്ങിച്ച് പ്രശ്നം വരുമ്പോഴത്തേക്കിന് ഇപ്പോൾ തന്നെ കിഴക്ക് ഭാഗത്തോട്ട് പാ മാറ്റിയാട്ടെ, തെക്ക് ഭാഗത്തേക്ക് പാ മാറ്റിയാട്ടെ, വലിച്ചു വീശിയാട്ടെ, കയർ ഇങ്ങോട്ട് പിടിച്ചാട്ടെ. ഭയങ്കര പ്രകടന ഈ പടകിനകത്ത് കിടന്നുകൊണ്ട്. പടക് വല്ലതും നിൽക്കുന്നുണ്ടോ? അങ്ങനെ കർത്താവാണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നു. അതെന്താ കാര്യം? പ്രാർത്ഥനയ്ക്ക് ഒരു ഇരിപ്പിരുന്നാൽ നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുക. വീട്ടിലും പോകുന്നില്ല, ഒരുമലയിലേക്ക് പോരുന്ന അങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. കർത്താവ് എന്ത് വിഷയം പറഞ്ഞായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്?
ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ ചോദിച്ചുള്ള ചോദ്യം, കർത്താവ് എന്ത് വിഷയം പറഞ്ഞാ പ്രാർത്ഥിക്കാനുള്ളത്? കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യം പറയണോ? വേണ്ട. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ കാര്യം, ഫീസിന്റെ കാര്യം വല്ലതും പറയണോ? വേണ്ട. വീടിന്റെ പണി തുടങ്ങിയിട്ട് തറ കെട്ടിട്ടുള്ളൂ, ബാക്കി തീർന്നിട്ടില്ല, ലോണ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? വേണ്ട. പത്രത്തിന്റെയും പാലിന്റെയും പൈസ കൊടുത്തില്ല, വഴി തുറക്കണേ, അത് പ്രാർത്ഥിക്കണോ? വേണ്ടല്ലോ. എന്തു പറഞ്ഞായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. ഒരു വരെ പോയിരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തിയേകണം നാഥനേ. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങെപ്പോലെ ആക്കണം മുഴുവൻ. കണ്ടോ? നടക്കുവോ? സമയം പോയി, ഞാൻ നിർത്താം. ഇനി അടുത്ത ക്ലാസ്സിൽ എങ്ങനെ വളരണം, ഫലം കായ്ച്ചു വളരണം, ആ വളരാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പോർഷൻ നിർത്തും. എങ്ങനെയൊക്കെ വളരണം, ആ ഫലം കായ്ച്ചു വളരുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും വളരാത്തതിന്റെ കാരണം പറഞ്ഞ ഭാഗം വിട്ടിട്ട് ഞാൻ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പുതുവർഷത്തിൽ എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.